പിന്നെ സെക്ടറാണ്, മാർക്കറ്റിംഗിന്റെ എല്ലാ സെക്ഷനാണ്. ഇനിയിപ്പം ലിസ്റ്റിംഗും അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് വേണ്ടത്. അതെ, ഓൺ ഞാൻ വെബ്സൈറ്റ് സപ്ലൈക്ക് ഇപ്പൊ മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ? ഫുൾ ഫ്ലഡ്ജില് അതെ 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 അതെ, ഡിജിറ്റൽ. ഓൺ വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ മാർക്കറ്റ് പ്ലേസ് ലിസ്റ്റ് അതെ, ചെയ്യണം. അതാണ് നമ്മളെ കോർ ഇത്. ഏരിയ. യെസ്. അതെ, അന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സ്റ്റാർട്ടിങ്ങിലാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ലിസ്റ്റിംഗിന്റെ ക്വാളിറ്റി പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വെഞ്ചർ അക്കൗണ്ട് ഓപ്പൺ ആവും. വെഞ്ചർ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കണ്ടെയ്നർ ചെയ്താണ് അവർ പർച്ചേസിങ് വരിക. അവിടെയാണ് അതെ, ശരിക്കുള്ള ബിസിനസ് നടക്കുന്നത് അവിടെയാണ്. അവിടെ അത് തീർച്ചയായിട്ടും അതെ. അവിടെ ഓക്കെ, അപ്പൊ മറ്റേതൊക്കെ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്, ഓരോ പ്രൊഡക്റ്റും അതിന് ഏറ്റവും. അപ്പം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും പക്ഷെ സ്റ്റാർട്ടിങ് ടൈമിൽ എന്തായാലും സ്ട്രഗിൾ ഉണ്ടാവും. കാരണം മില്യൺസ് ആളുകളുള്ള അതെ സ്ഥലത്തേക്കാണ് അതെ അതെ പോകുന്നത്. അതെ. സ്വാഭാവികമായിട്ട് ഒരു ആയിരക്കണക്കിന് ആൾക്കാർ സെയിം പ്രൊഡക്റ്റും അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത സെയിം പ്രൊഡക്റ്റ് ഒക്കെ പ്രൊഡക്ട്സ് ഉണ്ടാവും. നമ്മൾ മാത്രമല്ല, കണ്ടമാനം ടീം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും ഞാൻ പറഞ്ഞു, നമ്മളെ കമ്പനി തന്നെ കണ്ടമാനം ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മളും ചെയ്യണേ. അതെ അതെ, അപ്പൊ യെസ്. അവരെ വെണ്ടർ അക്കൗണ്ട് അവരെ എമൗണ്ട് നമുക്ക് ശരിക്ക് ഫസ്റ്റ് ചെയ്യാൻ ഇതിന്റെ കഴിയില്ല. ഒരു അപ്പൊ അൾട്ടിമേറ്റ് അതിന് സെല്ലിംഗ്. എന്തെങ്കിലും അതെ, വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യണം. ഓക്കെ. അല്ലാണ്ട് അതിനൊക്കെ ആ പൈസ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നിന് ഒരു 50 റംസ്, സെയിം പ്രൊഡക്റ്റ് 60 റംസ്, അതേ സെയിം യെസ്, പ്രൊഡക്റ്റ്. അതെ 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 പക്ഷെ അതെ. 85 റംസിന്റെ ഒക്കെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ റിവ്യൂസും ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ. അതൊരു ആ ഒരു പ്രൈസ് ക്രാക്കിങ്ങോ അതേപോലെ ഒരു ബിഗ് റേറ്റ് എന്നൊക്കെ പറയും. അത് വൺ ടൈം ആവുന്നതല്ല, അതിന്റെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് അത് ഇങ്ങനെ ഉം. സംഭവിക്കുന്നത്. ബ്രാൻഡ് ഒന്നും ഇല്ലല്ലോ? ബ്രാൻഡ് അപ്രൂവൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബ്രാൻഡ് ഞാൻ ഇപ്പോ രജിസ്റ്റർ ചെയ്തില്ല, ട്രേഡ് മാർക്ക് എടുത്തില്ല. ഞങ്ങളെ കമ്പനി അത് പേര് ഇതിന്റെ സൂസു എന്നുള്ള ഒരു പേര്. ഓക്കെ, ഇതിന്റെ അൾട്ടിമേറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പം നോർമലി മാർക്കറ്റിലെ പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ സെല്ല് ഉള്ള ചെയ്യുന്നതെങ്കിലും പ്രൊഡക്റ്റ് ആണ്. അതെ 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 ഓക്കെ, ഇതിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ആവും. അതെ അതെ അതെ, സ്വന്തമായിട്ട് ഇറക്കാന്നുള്ള ആള്. ക്ലിക്ക് ആവുന്ന സാധനം ആണ് എന്ത് ചെയ്യുന്നത് അവിടെ. പിന്നെ അതേ ഒരു ഇതിലുള്ള സ്വന്തം വേറെ ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആ ബ്രാൻഡിലോട്ട് എൻ്റർ ചെയ്യാം. അതായത് ശരി ഇപ്പൊ ശരി. ഇതിന്റെ രണ്ട് മൂന്ന് സ്റ്റേജുകൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉം. ഇപ്പൊ നിലവിലെ മൂന്ന് തരം ലിസ്റ്റിംഗ് ഉണ്ട്. ഒന്ന് നോർമൽ ആയിട്ടുള്ള ലിസ്റ്റിംഗ്. അത് തന്നെ പുതിയവരെ ആമസോണിൽ ഉണ്ടെങ്കിലും നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം. രണ്ടാമത് ആമസോണിൽ തന്നെ ഓൾറെഡി കുറെ ആൾക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് കോപ്പി ചെയ്തിട്ട് രണ്ടാമത് ഞങ്ങൾ ഈ അപ്പൊ വേറെ സാധനങ്ങൾ വേറെ റിസ്ക് ഒന്നുമില്ല, നേരെ കോപ്പി ചെയ്യുന്നോ ലിസ്റ്റ് ചെയ്യുന്നോ. ഉം, ഉം. അപ്പൊ ചിലതിന് അപ്രൂവൽ ചോദിക്കും. പർച്ചേസ് ബില്ല് കാര്യങ്ങൾ ചോദിക്കും, ആ ചിലതിനുണ്ട്. അതെ അതെ അങ്ങനെ അതെ. ആകുമ്പോൾ അത് ലിസ്റ്റിംഗിന്റെ നമുക്ക് കിട്ടും. ഇഷ്യൂസും ലിസ്റ്റിംഗിന്റെ അത് ഇഷ്യൂസും നമുക്ക് സപ്ലൈസ് നമുക്ക് പ്രൊവൈഡ് തരും നമുക്ക്. അതെ, കാരണം ഞാൻ അവിടെ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻവോയ്സ് ഞങ്ങൾ അതുപോലെ പ്രൊഡക്റ്റിന് കൊടുക്കാറുണ്ട്. ഈ അതെ ബ്രാൻഡ് ഇവിടെ സെയിലുള്ള ഓതറൈസേഷൻ ലെറ്റർ അല്ലേ, അതെ, ആ ഓതറൈസേഷൻ ലെറ്റർ ആ ഒരു അത് ഇതുണ്ടെങ്കിൽ കിട്ടും. തന്നെ റീലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാം. പിന്നെ മൂന്നാമത്തേതാണ് ഈ പറഞ്ഞ ഒരു ഫ്രഷ് ലിസ്റ്റിംഗ്. അതിലാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഫ്രഷ് ആയിട്ട് അങ്ങനെ കൊടുത്ത് പോകണം. അപ്പം ചിലതിന്റെ പോലെ ഇനി കോപ്പി ലിസ്റ്റിംഗ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു ഈ പറഞ്ഞ പോലെ 10, 20, 30, 50 കൊടുക്കേണ്ട ആൾക്കാരുണ്ടാവും. ആ അതെ പ്രൈസ് നോക്കും, റിവ്യൂസ് നോക്കും, സ്റ്റോറിന്റെ ഫീഡ്ബാക്ക് നോക്കും. ഇതിനനുസരിച്ചാണ് സെയിൽ പോവുക. തീർച്ചയായിട്ടും അതെ. സ്റ്റാർട്ടപ്പിലേക്കും നിലവിൽ ഇ കോമേഴ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്കുള്ള സപ്പോർട്ടിംഗ് ആണ് ഞാൻ മിഷനായിട്ട് വെച്ചിട്ടുള്ളത്. ഉം, ഉം, ആമസോണിന്റെ കേസ് വരുമ്പോൾ ആമസോണിലെ ഏകദേശം 2029 ആകുമ്പോൾ ഉം. US$ 10 ബില്യൺ ടേൺ ഓവർ ആണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ അതെ ഒരു അതെ. 6 മാസത്തെ ആമസോണിലെ വിസിറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ UAE മാത്രം ആമസോൺ വിസിറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 21.36 മില്യൺ വിസിറ്റേഴ്സ് ആണ് ഉം. ആമസോണിൽ മാത്രം കേട്ടോ. ഉം, ഉം. ആമസോണിൽ നൂണ് 20ഓളം തുടങ്ങുന്ന ഏകദേശം 10-25ഓളം മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ട് ഇന്ന് UAE വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതെ അതെ ആമസോണിൽ മാത്രമാണ് ഇത്രയും മില്യൺസ് ആളുകൾ അതെ വിസിറ്റ് ചെയ്ത് വരുന്നത്. അതെ. പിന്നുള്ളത് യുഎയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ളത് ആമസോൺ ആണ്. ഇപ്പൊ ഉം. കുറച്ച് മുമ്പത്തെ ഇതാണ് ഇപ്പൊ ട്രെൻഡുകൾ കയറി വരുന്നുണ്ട്. ഓക്കെ, അതെ അതെ. കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് ഒന്നാമത്. അപ്പൊ ഇതിന് ഉം, ഉം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഈ കസ്റ്റമർ ഫീഡ്ബാക്കിനും ഫസ്റ്റ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വേണം. വേണം, ശരി. സ്റ്റോർ എന്ത് സെറ്റ് ചെയ്യില്ലേ, സ്റ്റോർ ലൈസൻസ് എടുക്കണം, ഇന്റീരിയർ ഒക്കെ സെറ്റ് ചെയ്യണം, ചെയർ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്ന പോലെ ഒരു അസറ്റ് ആണ് എന്ത് ഈ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതെ. അപ്പൊ ഇത് വളരെ ഉം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉം, ഉം. SEO ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം ഹൈ ക്വാളിറ്റി ലിസ്റ്റിംഗ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ഉം, ആ ഒരു പ്രൊഡക്റ്റിന്റെ കീവേഡ് മാക്സിമം ടൈറ്റിൽ വരുന്ന രൂപത്തിലായിരിക്കും ഈ ലിസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം.
അതെ അതെ. പിന്നെ വരുന്നത് മൂന്ന് ടൈപ്പുള്ള ഇതാണ് വരുന്നത്. ഒന്ന് ജനറൽ ആയിട്ട് സാധാരണ ഈ പറഞ്ഞ പോലെ ജനറൽ ബ്രാൻഡ് നോക്കുമ്പോൾ ജനറൽ ആയിരിക്കും ഉണ്ടാവുക. അതെ രണ്ട്- അതെ. ആ രണ്ടാമത് ഇത് ഒരു ബ്രാൻഡിന്റെ പേരുണ്ടാവും. കവറുമാണെങ്കിൽ ആ അതെ. കവറിന്റെ ഒരു പേരായിരുന്നു ഉണ്ടാവും, ഏതാണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന്റെ ആ ആ പേരാണ്. ആ. പ്രൈവറ്റ് ലാബിൽ എന്ന് പറയും. ആ പ്രൈവറ്റ് ലാബിൽ എടുക്കലാണ് കുറച്ചും കൂടി ഒന്ന് നല്ലത്. പിന്നെ ഉള്ളത് ട്രേഡ് മാർക്ക് ഒക്കെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിസിറ്റ് സ്റ്റോർ എന്ന് കാണും. ഒരു അങ്ങനെ മന്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടേ അത് കിട്ടുള്ളൂ. അതെ, ട്രേഡ് മാർക്ക് സർട്ടിഫിക്കേഷൻ 9 മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. പക്ഷെ അതിന്റെ കോഡ് രജിസ്റ്റർ അറ്റ് ടൈമിൽ തന്നെ കിട്ടും. ആ കോഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നോ പ്രോബ്ലം. പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ട് ലിസ്റ്റ്. വളരെ വളരെ നല്ലതാവും. അത് നേരത്തെ നമ്മൾ പറഞ്ഞത്. അതിന് അതായത് ഇപ്പൊ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യണം അല്ലേ? ഇപ്പൊ ട്രേഡ് മാർക്ക് ലിസ്റ്റ് ഒക്കെ ചെയ്യണം. ചെയ്തു. ആ ഏതെങ്കിലും ഒരു കാറ്റഗറി നല്ല ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡ് ആ. ഉള്ളത് വേഗം എന്ത് ചെയ്യാം, സ്വന്തം ബ്രാൻഡിൽ ഇറക്കും. അതാണ് അപ്പൊ പിന്നെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാവില്ല. അതിന് എത്രയാണ് നമ്മൾ പറയുന്ന പ്രൈസ്, എനിക്ക് ആ നമുക്ക് പ്രൈസിൽ അതായത് സാധനം വിൽക്കാൻ പെറ്റ് പറ്റും. ആ നമുക്ക് ഈ പെറ്റ് മാർക്കറ്റ് ഡിമാൻഡുള്ള ഐറ്റംസ് ഓൾമോസ്റ്റ് ഞങ്ങളെ കമ്പനി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് മെയിൻ. കാരണം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ കഴിയണില്ല. അങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ട്. ഓൺലൈനിൽ ആമസോണിൽ പോകുന്ന ലിസ്റ്റ് മാത്രം നമുക്ക് കിട്ടും കറക്റ്റ്. ഇല്ല, ഒരു ഫോൺ എടുക്കുന്നു, നോക്കുന്നു, അതെ ബുക്കിംഗ് അതെ. 15 അല്ല മിനിറ്റ് മെയിൻ. മുതൽ 15 മിനിറ്റും ഇല്ല, 5 മിനിറ്റ് മുതൽ ഇനി ആ ഇനി ആ അതുമല്ല ഫോണിൽ ആ, നമ്മള് ഓൺ വെബ്സൈറ്റും ആരും ഒന്ന് ആമസോണെ ഫസ്റ്റ് ഇത് അതെ സെലക്ട് ചെയ്യാം. അതെ അതെ. ആമസോൺ അല്ലെങ്കിൽ നമ്മൾ അതായത് അത്രയും കയറി പോണം. അതെ അതെ. ഇപ്പൊ ഈ ഒരു മാർക്കറ്റ് പ്ലേസ് നോക്കുമ്പോൾ അതിന് സ്ഥിരമായിട്ട് ഒരു കസ്റ്റമർ ഉണ്ടാവും. അപ്പൊ ആമസോണിൽ സ്ഥിരമായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഉണ്ടാവും. അവര് ആമസോണിനെ പർച്ചേസ് ചെയ്യുള്ളൂ. അതോ ചെയ്യുള്ളൂ അതെ. നേരത്തെ പറഞ്ഞത് സ്വന്തം. ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സ്വന്തം ബ്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഉം, ബിസിനസ് വെബ്സൈറ്റ് ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യല്ല വേണ്ടത്. ഉം, മാർക്കറ്റ് ഉം. പ്ലേസിൽ അത് നടക്കാം. എന്നിട്ട് സമാധാനത്തോടു കൂടി സാവകാശത്തോടു കൂടി എന്ത് ചെയ്യണം, അവനാന്റെ ഉം. വെബ്സൈറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് വേണ്ടത്. സ്റ്റാർട്ടിങ് ടൈമിലൊന്നും അത്രയൊന്നും ചാൻസ് കുറവാണ്. ഇല്ല. അപ്പൊ അതുകൊണ്ട് അതെ വേഗം അതെ. ആമസോണിൽ ഇതേപോലെ മാർക്കറ്റ് പ്ലേസിൽ വേഗം ചെയ്യുക. അത് ഏതെങ്കിലും ഉം. ഒന്നോ രണ്ടെണ്ണോ ആദ്യം ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കി എന്നിട്ട് ബാക്കിക്ക് എൻ്റർ ചെയ്യുക. ഇതാണ് നമ്മൾ ഏകദേശം ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതിൽ ഇനി ഇനി ഇത് ക്ലാരിറ്റി നമുക്ക് കിട്ടിയല്ലോ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ ക്ലിക്ക് ആകുന്ന ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് ബ്രാൻഡിൽ അതിന്റെ പണിയൊന്നുമില്ല. ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാനുള്ള പണിയുള്ളൂ. ബാക്കിയൊക്കെ റീപാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അതിന് ഒരു ഉം, വാല്യൂ ഉണ്ട്, അതിനൊരു പ്രൈസ് ഉണ്ട്. തീർച്ചയായിട്ടും. ആ പ്രൈസ് അതെ നമ്മൾ അതെ. എത്രയാണോ ഇടുന്നത് ആ പ്രൈസ് ആയിരിക്കും അത്. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് വെബ്സൈറ്റും അതിനുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ ഇത് വിസിറ്റ് അപ്പൊ അവരെ സൈറ്റ് നമുക്ക് കസ്റ്റമർ കയറി പോലെ നമ്മളെ പ്രൊഡക്ട്സ് ഒക്കെ അവർക്ക് വ്യൂ ആവും. അങ്ങനെ അങ്ങനെ അതെ അതെ. ഈ പ്രൊഡക്റ്റ് മാത്രമേ കാണൂ. സ്വാഭാവികമായിട്ട് ഇതാണ് സെർച്ച് ചെയ്യുക. ഈ പ്രോഡക്റ്റ് അതെ. ഗൂഗിളിൽ അ- സെർച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ലാൻഡിംഗ് പേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിനുള്ള ഭയങ്കര ഫീച്ചേഴ്സ്, ഭയങ്കര റിവ്യൂസും, സ്വന്തം വെബ്സൈറ്റിൽ നമുക്ക് റിവ്യൂ ഇടാം. അങ്ങനെ പോലെ ആ, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ കുറച്ചുകൂടി കസ്റ്റമർക്ക് ട്രസ്റ്റ് വരും. എന്തായാലും അതെ ക്വാളിറ്റി അതെ. നമുക്ക് ഉറപ്പാണ്. കാരണം അത്രയും പ്രൊഡക്റ്റ് ലിസ്റ്റ് ഏതാണ് ഏറ്റവും മാർക്കറ്റിൽ അടിപൊളിയായിട്ട് മൂവ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ ഫസ്റ്റ് ഇറക്കുന്നുള്ളൂ, എല്ലാം ഇറക്കുന്നില്ല. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവിടെ ലാഭമാണ്. സ്വാഭാവികമായിട്ടും ആ മെല്ലെ 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 അത് കവർ ചെയ്യും. സ്വാഭാവികമായിട്ട് അതിന്ന് കുറച്ചിട്ട് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ കയറും. എന്നിട്ട് അതിന് പ്രൈസ് കുറച്ച് കഴിഞ്ഞാലും ഇവിടെ നല്ല ബിസിനസ് നടക്കും. ഇന്ത്യ ചെയ്ത് ഇവിടെ വാലിഡ് ആയിരിക്കും. വാലിഡ് ആണ്, പക്ഷെ അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ബ്രാൻഡാണ്. ആ ബ്രാൻഡ് ഇവിടെ ആർക്കും ചെയ്യാൻ പറ്റും. ഏത് മാർക്കറ്റാണ് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു മാർക്കറ്റിലാണ് ഉം, ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആണ് മെയിൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഉം. അവിടെ കോസ്റ്റ് വളരെ കുറവായതുകൊണ്ടും നമുക്ക് വളരെ പെട്ടെന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രാൻഡ് സ്റ്റോർ ബിൽഡ് ചെയ്യാം ആദ്യം. എന്നിട്ട് മെല്ലെ 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 ഒരു 6 മാസമോ ഒരു 1 ഇയറോ ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെയും കൂടി രജിസ്ട്രേഷൻ ചെയ്യാം. ഉം, ഓക്കെ. പിന്നെ ഉം. ഏകദേശം സ്റ്റോർ ഫ്രണ്ട് ബ്രാൻഡ് രജിസ്ട്രേഷൻ ആണെങ്കിൽ സ്റ്റോർ ഫ്രണ്ട് ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും. ഇതിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. അതായത് സാധാരണ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണോ ആമസോണിന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ അത് വരുന്നത്. ഇത് ആമസോണിന്റെ കണ്ടല്ലേ ഈ വെബ്സൈറ്റ് കിടക്കുക സ്റ്റോർ ഇത് സ്റ്റോർ നമ്മുടെ ഫ്രണ്ട് എന്ന് വെബ്സൈറ്റ് പറയും. അല്ലേ? സ്റ്റോർ ഫ്രണ്ട് എന്ന് പറയും. ആമസോണിന്റെ ഉള്ളിലുള്ള ഒരു ആ വെബ്സൈറ്റ്. ഇപ്പോ ആ നേരത്തെ കണ്ട പോലെ ഇപ്പൊ 3 ടൈപ്പ് ആ ലിസ്റ്റിംഗ് കണ്ടത്. ഒന്ന് ജനറൽ ലിസ്റ്റിംഗ്, ആ ജനറൽ ഓക്കെ. ജനറൽ. പിന്നെ ജസ്റ്റ് ബ്രാൻഡിന്റെ പേര്, ആ ഒരു ബ്രാൻഡിന്റെ പേര് ആ എന്താ വെച്ചാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിൽ ലിസ്റ്റ് ചെയ്ത സാധനങ്ങൾ മാത്രമേ വരുള്ളൂ. ഉം, ഓക്കെ. ഉം, ഉം. പിന്നെ വരുന്നതാണ് പിന്നെ വിസിറ്റ് ദ ആ സ്റ്റോർ. ആ ആ സ്റ്റോർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും അത് വരുന്നത്. ആ ആ അതിനകത്ത് വെബ്സൈറ്റ് ഉണ്ടാകും. ഇതിൽ ഓരോ ആ ഓഫറും ഓരോ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ആ അപ്പൊ ഇനിയിപ്പോ ഒരു കസ്റ്റമർ വെറുതെ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാണ്, എന്ത് ഉം, വൈറ്റമിൻ സി ഫേസ് ക്രീം. അവർക്ക് അതിന്റെ ഗ്രാം അറിയില്ല, ബ്രാൻഡ് അറിയില്ല,
ഒന്നും അറിയില്ല. അവർക്ക് ഒരു ഫേസ് ക്രീം വേണം, ഒരു വൈറ്റമിൻ സിന്റെ ഫേസ് ക്രീം വേണം, അത് മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അപ്പൊ അവര് ഓക്കെ. സെർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വൈറ്റമിൻ സി ഫേസ് ക്രീം എന്നാ സെർച്ച് ചെയ്യാം. അപ്പൊ അതിന് ഇപ്പോ വൈറ്റമിൻ സി ഫേസ് ക്രീം ആരാണോ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെന്റ് സ്പെൻഡ് ചെയ്യുന്നത് അവരുടെയൊക്കെയാണ് ഫസ്റ്റ് വരിക, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർ ഇങ്ങനെ വരും. അപ്പൊ അതിന് ആ ഒരു പ്രൈസും ഇതൊക്കെ കണ്ടില്ല. ഇതിപ്പം റിപ്പീറ്റ് പല പല ബ്രാൻഡുകളും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് അടിച്ചു കഴിഞ്ഞാൽ മാത്രം വരുന്ന രൂപത്തിൽ ഇതൊക്കെ അഡ്വർടൈസ്മെന്റ് ടെക്നിക്കാണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും വരാം. വൈറ്റമിൻ സി മാത്രം അടിക്കുമ്പോൾ ഇത് ബ്രാൻഡ് വരണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അത് അഡ്വർടൈസ്മെന്റ് ഇതാണ്. പിന്നെ ഈ ലാസ്റ്റ് കാണുന്നുണ്ടോ, ഇതാണ് ഓർഗാനിക് സെർച്ച്. ഈ ഓർഗാനിക് സെർച്ചിൽ വരുമ്പോൾ ഇതിന്റെ കീവേഡ് ഇതിന്റെ ടൈറ്റിലും ബുള്ളറ്റ് പോയിന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. പ്ലസ് അതിന് റിവ്യൂസിലും ഈ സാധനം കയറിയിട്ടുണ്ടാവും. വൈറ്റമിൻ സി ഫേസ് ക്രീം ഒരുപാടുണ്ടെങ്കിൽ ആ സാധനമാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരിക. ഓർഗാനിക് സെർച്ചിലാണ് നമുക്ക് വേണ്ടത്. എന്നാലാണ് കൂടുതലായിട്ടുള്ള ഓർഡേഴ്സും വരിക. പിന്നെ പ്ലസ് അതിന്റെ കൂടെ തന്നെ ഒരു പ്രൊമോഷൻ ഉണ്ടെങ്കിൽ സാധനം ഓർഡർ വരും. പിന്നെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് വരുന്നത്. സാമ്പിൾ ആണ്. പ്രൊഡക്റ്റ് മാക്സിമം സൂം ചെയ്ത് ആ ഒരു കാണുന്ന ഫസ്റ്റ് ഇമേജ് തന്നെ ലുക്കിൽ കാണുന്ന രൂപത്തിൽ തന്നെ ചെയ്യാം. പിന്നെ വരുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് വരിക. ഓരോ എന്താണ് അതിന്റെ സ്പെക്ക്, ആ ഡീറ്റെയിൽ ഇമേജിൽ തന്നെ വരണം. ഇത് അതേപോലെ തന്നെയാണ്. ആ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇമേജ് ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് പറയുന്നു. ഇമേജ് മാക്സിമം അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് ഇത് ബെനിഫിറ്റ്, എന്തൊക്കെയാണ് കോണ്ടന്റ് ഉണ്ട്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ഇമേജിൽ തന്നെ വരുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യാം. ഇത് വേറൊരു സാമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് അതിന് ഡിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക്. പിന്നെ വരുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങൾ അവിടുന്ന് തിരയേണ്ട സാധനം ഈ സംഭവങ്ങളായിരിക്കും. അതായത് ഇതുപോലെ ഒരു ഗൂഗിൾ ഷീറ്റ് നമ്മൾ ഷെയർ ചെയ്യും. ആ ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ സീരിയൽ നമ്പർ, പിന്നെ പ്രൊഡക്റ്റിന്റെ നെയിം, പിന്നെ ഇമേജിന്റെ ലിങ്ക്. ഇമേജ് ഓൾറെഡി മാർക്കറ്റിൽ ഉള്ളതാണെങ്കിൽ ആ നേരെ ആ ഇമേജ് ക്ലിക്ക് ചെയ്യാം, നേരെ അതിന്റെ ഇത് കോപ്പി ചെയ്യാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതാണ് ഇമേജ് ലിങ്ക് ഉദ്ദേശിക്കുന്നത്. അതല്ല, ഇമേജ് ലിങ്ക് പുതിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണ്ടി വരും, ഇമേജസും എല്ലാം വേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇമേജസ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഇമേജ് ഡ്രൈവിലും അതിനകത്ത് ഇടാൻ പറ്റും. നല്ല പ്രൊഡക്റ്റ് ആണ്. പിന്നെ അതിന്റെ കാറ്റഗറി ഏതൊക്കെ പ്രൊഡക്റ്റ് ഷോപ്പിഫൈ ഇപ്പം വെബ്സൈറ്റിലുണ്ട്, അതിനൊക്കെ ലിസ്റ്റിംഗ് ട്രാക്ക് ചെയ്യാൻ ഏതൊക്കെ ഇത് കയറി ഏതൊക്കെ കയറിയില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇതിപ്പം എത്ര വേണമെങ്കിൽ ഇപ്പൊ ഷോപ്പിഫൈ, ആമസോൺ, നൂണ് എങ്ങനെ വേണ്ടത് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ബ്രാൻഡ് ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് നെയിം ഇവിടെ എഴുതാം. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നോട്ട് ഉണ്ടെങ്കിൽ എഴുതാം. പിന്നെ ബാർകോഡ് ഓൾറെഡി ബാർകോഡ് ഉള്ളതാണെങ്കിൽ ആ ബാർകോഡ് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ മേഡ് ഇൻ ഏതാ മേഡ് ഇൻ ഇവിടെ ഉള്ളത്, കൊറിയ, സ്പെയിന്, ഫ്രാൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആ ബ്രാൻഡ് ഏതാ വെച്ചാൽ അത് ഇതുവരെ കസ്റ്റമർക്കാണ്. അതുപോലെ എക്സ്പയർ ഡേറ്റ് ഉള്ള സാധനമാണെങ്കിൽ എക്സ്പയർ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇന്ന ഔട്ട് കൊടുക്കും. പിന്നെ അതിന്റെ ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ വേറെ എന്താ കളക്ഷൻസ് എന്ന് വെച്ചാൽ അത് ഇവിടെ ആഡ് ചെയ്യും. മസ്ക് എന്താ കളക്ഷൻസ്, അപ്പൊ അത് പെറ്റിന്റെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇത് മാറ്റം വരുത്താൻ പറ്റും. കാരണം ഇതൊക്കെ ഫിൽറ്റർ ലിസ്റ്റിംഗ് ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റ് ഇല്ലാതെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, എത്ര പ്രൈസിനാണ് പർച്ചേസ് പ്രൈസ്, എത്ര പ്രൈസിനാണ് സെല്ലിംഗ് പ്രൈസ്. അത് എന്തിനാ വേണ്ടത്? ഇപ്പം നേരത്തെ കണ്ടില്ലേ ഒരു പ്രൈസ് 25% ഓഫർ, 35% ഓഫർ ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രൈസ് സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗതി വെക്കുന്നത്. കോസ്റ്റ് പ്രൈസിലേറെ കൊടുത്തിട്ട് കമ്മിയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ സെല്ലിംഗ് പ്രൈസിലാണ് നമ്മൾ ഗെയിം ചെയ്യുക. അപ്പൊ ഇതിന്റെ പ്ലസ് ഇട്ടിട്ട് അതിനെ ഡിസ്കൗണ്ട് ചെയ്യും. അത് പ്രൈസിംഗ് സ്ട്രാറ്റജി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ വേണ്ടത് ഹൈറ്റ്, വിഡ്ത്ത്, ലെങ്ത്. എത്രയാണ് ഹൈറ്റ്, വിഡ്ത്ത്, പ്രൊഡക്റ്റിന്റെ ഹൈറ്റ്, വിഡ്ത്ത്, ലെങ്ത്. പിന്നെ എത്ര ക്വാണ്ടിറ്റിയിലാണ് സ്റ്റോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും പ്രൈസ് ഡൗണോ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ പാക്ക് ചെയ്യുമ്പോൾ എത്രയാണ് ഹൈറ്റ്, വിഡ്ത്ത്, ലെങ്ത് എന്നൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽ. നമ്മളുള്ള വർക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റ് എടുക്കും. ഓരോ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ ടൈറ്റിൽ ഇതും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതിന്റെ ബുള്ളറ്റ് പോയിന്റ്സ് ഇതിൽ നോട്ട് ചെയ്യും. പിന്നെ അതിന്റെ ഇമേജ് ആളുടെ ടെക്സ്റ്റ് അത് സ്വന്തമായിട്ടുള്ള ഇ കോമേഴ്സ് വെബ്സൈറ്റിലേക്ക് വേണ്ടി വരും. പിന്നെ ഇമേജ് ആളുടെ ടെക്സ്റ്റ് ഓരോ പ്രൊഡക്റ്റിനും വേണ്ടി വരും. കാരണം ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ വരുന്നത് കീവേഡ്സുകളാണ്. ഏതൊക്കെ ടൈപ്പുകൾ കീവേഡ് വെച്ചാൽ കീവേഡ് നമ്മളിവിടെ റിസർച്ച് ചെയ്ത് തന്നെ ആഡ് ചെയ്യും. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ മറ്റേ ടൈറ്റില്, മറ്റേ ഡിസ്ക്രിപ്ഷൻ. ഇതൊക്കെ ഇ കോമേഴ്സ് ഷോപ്പിഫൈ വെബ്സൈറ്റിലേക്കുള്ള ആവശ്യങ്ങളാണ്. അപ്പൊ ഏറ്റവും സെറ്റ് കാര്യങ്ങളും ഇതിനപ്പുറം ഇപ്പൊ ഇവിടെ തരുന്നത് ഡ്യൂട്ടി മാത്രമേ അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഇത് എക്സാക്ട് ഡീറ്റെയിൽ ആയിട്ട് തരാം. ഇതിന്റെ ടൈറ്റിൽ അതിന്റെ അത് കണ്ടില്ലേ. ഇപ്പൊ ഇതിന്റെ സൺസ്ക്രീൻ ആണെങ്കിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽ ബോക്സിമ്പോൾ എന്താണോ അത് ഇവിടെ തരണം. അതിന്റെ കോഡ് പിന്നെ എക്സാക്ട് അത് സെയിം ഇമേജ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ പുതിയത് ആഡ് ചെയ്യുമ്പോൾ അതെ ഇത് വൺ ടൈം മതി. ഇത് വൺ ടൈം ആണ് വരിക, വേറെ ഒന്നും വിഷയമല്ല.
അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇത് ഏത് ഇതിലാണോ ഉള്ളത് വെച്ചാൽ അതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് വേണ്ടത്. കറക്റ്റ് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ഇത് എത്തും. അതെ അതെ. അങ്ങനെ ലാൻഡിംഗ് പേജാ വേണ്ടി. ബാക്കി വർക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയാണ് ഇവിടെ കമ്പനി ഭാഗത്തുന്ന വർക്കുകൾ ഇവിടെയാണ് ചെയ്യാം. ആ. ഡീറ്റെയിൽ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ബുള്ളറ്റ് പോയിന്റ്, ഡീപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ചെയ്യും, റിസർച്ച് ചെയ്തിട്ട് ചെയ്യും. ഉം. ഓക്കെ. ഇപ്പൊ അതിനകത്ത് സോഷ്യൽ മീഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാനേജ്മെന്റ് പറയുമ്പോൾ ലിങ്ക്ഡിൻ, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, എല്ലാ സോഷ്യൽ മീഡിയ ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് പോസ്റ്റേഴ്സ് ഇടുക എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യും. അത് ഏകദേശം ഒരു 6 മാസത്തെ കണ്ടന്റ് പ്ലാൻ സെറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ദിവസങ്ങളിൽ പോകേണ്ടതും കൂടി അവിടെ സെറ്റ് ചെയ്യും. ഏതൊക്കെ ദിവസം ഏതൊക്കെ പോസ്റ്റർ പോകേണ്ടതെന്നും കൂടി ഇതിനകത്ത് സെറ്റ് ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ടോ? അതായത് ഒരു ഗൂഗിൾ ഷീറ്റ് നമ്മൾ ഷെയർ ചെയ്യും, ഫസ്റ്റ് ഷീറ്റ് എക്സൽ നമുക്ക് കിട്ടും. ക്രിയേറ്റ് ചെയ്യും. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അതും കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. യെസ്, ഇതുപോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വരിക. അപ്പൊ അതിനകത്ത് എല്ലാ ടീമും മൊത്തം ഉണ്ടാകും. ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷനും ഇതിനകത്തേക്കാരും വരിക. അപ്പൊ സോഷ്യൽ പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം ചെയ്തു തരണം, ഇത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഇങ്ങനെ വരും. ഈ സോഷ്യൽ മീഡിയ പോസ്റ്ററുകളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, എന്താ വേണ്ടത്, നെക്സ്റ്റ് മന്ത് പ്ലാൻ എന്താണ്, എല്ലാ ഡീറ്റെയിലും ഇതിനകത്ത് ചെയ്തു തരും. ഇപ്പൊ അപ്പം ഇത് ഗ്രൂപ്പായിട്ടാ വരിക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ അതില് ചെറിയ സംഭവം ഇന്നിപ്പോ ഒരു അയച്ചു കൊടുത്തത് ഇപ്പൊ ഇവരതാണ് ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്, നേരത്തെ കാണിച്ചത്. അപ്പൊ ബ്രാൻഡ് അപ്രൂവല് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സാധനം സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ ഒന്ന് അയച്ചു കൊടുത്തത്. ഓക്കെ. അപ്പൊ ഇതുപോലെ ഒരു വാട്സപ്പ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ഗ്രൂപ്പിലായിരിക്കും ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷനും. പിന്നെ ഒരു ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്യും. അതിന് ആ ഒരു ഷെയർ ചെയ്ത ആ ഒരു ഡാറ്റ മാത്രം അവിടുന്ന് ഫിൽ ചെയ്താൽ മതി. പിന്നെ ഓർഡർ പ്രോസസ്സിംഗ് ആണ്. ബാക്കി എല്ലാ അതിന്റെ ഇൻ ഹൗസ് വരുന്നത് ലിസ്റ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, എ+ കണ്ടന്റ്, സ്റ്റോർ മാനേജ്മെന്റ്, അതിന്റെ ബിഡ് റൈറ്റ്, SEO, അഡ്വർടൈസ്മെന്റ്, കോമ്പറ്റീറ്റീവ് അനലൈസിങ്, ഈ വക സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഞങ്ങളാണ് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന ഓർഡർ മാത്രം മതി അവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർഡർ മീൻസ് ഇപ്പം പ്രൊഡക്റ്റ് ഇവിടെ ഞാൻ ആമസോൺ ഡെലിവറി ചെയ്യണം അതോ? അല്ല, അത് ആമസോണ് ഓർഡർ വരുമ്പോ സ്വാഭാവികമായിട്ട് അവിടുന്ന് പിക്ക് ചെയ്യാൻ ഇട്ട് കൊടുക്കുക. ഇനി അത് FBAക്ക് വിടുന്നതാണ്. FBAന്റെ കേസിലാണെങ്കിൽ FBAന്റെ കേസും നമ്മൾ തന്നെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് തരും. അല്ല ശരിക്കും FBI ആണോ നമ്മളെ ഏതാ ശരിക്കും നല്ലത്? ഏറ്റവും നല്ലത് FBAക്ക് വിടേണ്ടതാണ്. ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തിട്ട് ഓരോ റിവ്യൂസും ഫീഡ്ബാക്കും മാക്സിമം കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിലെ കുറച്ച് ഡിമാൻഡ് ഉള്ളതും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരുമിച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു 20-30 പീസ് FBAക്ക് വിടും. എന്നിട്ട് അത് അനലൈസ് ചെയ്യും, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്താ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഫുള്ള് ചെയ്യാം. അതല്ല ഇവിടെ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതാണ് FBAന്റെ സെറ്റ്. ബാക്കി ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്തും ഓർഡർ വരും പോകും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പൈസ മാത്രം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. വേറെ പരിപാടിയൊന്നും അതിനകത്തില്ല. നിങ്ങളെ ടീം ചെയ്യുന്ന ഇപ്പം ഇങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി ഓർഡർ ഒക്കെ ഉണ്ടോ? നിങ്ങൾ ഏറ്റെടുക്കണം? അതെ. ഇപ്പൊ എല്ലാ ഓർഡേഴ്സ് ഒന്നും നമ്മൾ അറിയില്ല. നമ്മൾ ഈ ലിസ്റ്റിംഗ് പ്രോസസ്സിംഗ് ആണ്, അക്കൗണ്ട് മാനേജ്മെന്റ് സർവീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ഓർഡറിന്റെ എങ്ങനെ ഓർഡർ പിക്ക് ചെയ്യുക, എങ്ങനെ കസ്റ്റമർക്ക് ബയർ മെസ്സേജ് ചെയ്യുക, എങ്ങനെയാണ് അത് ഫീഡ്ബാക്ക് എടുക്കുക, അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഓർഡർ പിക്ക് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും സ്റ്റോക്ക് ഉണ്ടാവുക. നിങ്ങൾ വെയർഹൗസ് എവിടെയാണ്, സ്റ്റോർ എവിടെ, അവിടെ ആയിരിക്കും അതിന്റെ പ്രോസസ്സിംഗ് വരിക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതൊരു 10 മിനിറ്റത്തെ പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പൊ തോന്നാണ് ഓക്കെ നമുക്ക് ഇതെല്ലാം 100 ഐറ്റംസ് ഉണ്ട്, 100 FBAക്ക് വിടണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 100 നമുക്ക് FBAക്ക് വിടാൻ പറ്റും. അപ്പൊ ഈ ഓർഡർ പ്രോസസ്സിംഗിന്റെ കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ ആ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള പാക്കിങ്ങും അതിന്റെ ലേബല് സ്റ്റിക്കിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ? അതെ. അല്ല, അവിടുന്ന് ആ ലിസ്റ്റിങ്ങിന്റെ ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നത് അതിന് നമുക്ക് കയ്യിൽ കിട്ടണില്ലല്ലോ സാധനം. ഡാറ്റ നമുക്ക് കിട്ടും. അത്ര മതി. ബാക്കി ഇതിന്റെ Z വരെയുള്ള X വരെയുള്ള പ്രോസസ്സിങ് നമ്മളാ ചെയ്യുക. അതായത് A ഫിനിഷ് ആയി നിങ്ങള്, പിന്നെ Z മാത്രം ഫിനിഷ് ചെയ്താൽ മതി. B മുതൽ X വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണ് ഇവിടുന്ന് ചെയ്യുക. ഓക്കെ. അപ്പൊ Xന് വരുന്നത് ഓർഡർ എടുക്കുക, ഓർഡർ വരുന്നത് നേരെ ടിക്ക് ചെയ്യുക,
പ്രിന്റ് ചെയ്യുക, പ്രിന്റ് ലേബിൾ ഒട്ടിക്കുക. ഇതാണ് ഓർഡർ പ്രോസസ്സിംഗിന്റെ പ്രൊമോഷൻ ഈ ആമസോൺ എന്താ പ്രൊമോഷൻസ്, ഡിസ്പ്ലേസ്മെന്റ്, PPC ക്യാമ്പയിന്, അതിന്റെ അനലൈറ്റിക്സ്, കോമ്പറ്റീറ്റർ മാർക്കറ്റിംഗ്, ഈ വക എല്ലാ പ്രൈസ് ഫിറ്റിംഗ്, ഈ വക കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യും. ചിലപ്പം 50 ദിറംസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും, നിങ്ങൾ 50 തന്നെ കൊടുക്കേണ്ടി വരും. ഒരു 10-20 സെല്ലാന്ന് വരെ. അത് ട്രാഫിക് കയറാൻ വേണ്ടിട്ട് അത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് 100 പീസ് വരെ ഞാൻ നഷ്ടം സഹിക്കും. എത്ര നഷ്ടം സഹിക്കേണ്ടത് അല്ല, നഷ്ടം സഹിക്കാൻ മീൻസ് അഡ്വർടൈസ്മെന്റ് സ്പെൻഡ് ആണ്, അത് നഷ്ടമല്ല, അത് അസറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ ട്രാഫിക് വരുമ്പോൾ അതിന്റെ വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു അസറ്റ് ആയിട്ട് കണക്കൂട്ടുക. അത് ഇത്ര പ്രൊഡക്റ്റ് വരെ, അതായത് 100 പ്രൊഡക്റ്റ് വരെ എന്ത് ചെയ്യാണ്, ആ ഇപ്പം 50 ദിറംസേക്കാരും കോസ്റ്റ് 100-നേക്കാരം വെക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ആ ഒരു പ്രൈസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 50 ദിറംസിന് കൊടുക്കും. ആർക്കും ആ പ്രൈസ് കൊടുക്കാൻ കഴിയില്ല, 50 ദിറംസിന് കൊടുക്കും. മൾട്ടിപ്പിൾ സ്റ്റോർ എൻ്റർ ചെയ്യുന്നുണ്ടോ, അതല്ല ഇൻഡിവിജ്വൽ ഒരു സ്റ്റോർ നോക്കിയിട്ട് അടുത്ത സ്റ്റോർ പിന്നെ അടുത്ത സ്റ്റോർ, അങ്ങനെയാണോ നല്ലത്? ഒരു അക്കൗണ്ട് നമുക്ക് ആമസോൺ അക്കൗണ്ട് എത്ര സ്റ്റോറിൽ പറ്റും, നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? മീൻസ് സ്റ്റോർ മീൻസ് എന്താ, കളക്ടിങ് പോയിന്റ് അല്ല ആണോ? സ്റ്റോർ മീൻസ് ആമസോൺ സ്റ്റോർ ആണ്, ന്യൂനൊരു സ്റ്റോർ ആണ്. അതെ അതെ അതെ. അപ്പൊ നമുക്ക് മെയിൻ ഇതൊക്കെ വേണ്ടിയല്ലേ, ഒന്ന് ആമസോൺ ന്യൂണ് ഫസ്റ്റ്, ഇപ്പൊ ട്രെൻഡുകള് അതൊക്കെ എല്ലാ പ്ലാറ്റ്ഫോമും ഓൾമോസ്റ്റ് സെയിം അല്ലേ? എല്ലാ പ്ലാറ്റ്ഫോമും സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ ഡീറ്റെയിലിംഗ് നോക്കുമ്പോൾ ഡിഫറെന്റ് ആണ്, ഓഡിയൻസും ഡിഫറെന്റ് ആണ്, അതിന്റെ കൺസെപ്റ്റ് ഒക്കെ ഡിഫറെന്റ് ആണ്. അങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ ട്രെൻഡിയോടുള്ള കസ്റ്റമർ അതിനെ പർച്ചേസ് ചെയ്യുള്ളൂ, ആമസോണിലുള്ള കസ്റ്റമർ ആമസോണിനെ പർച്ചേസ് ചെയ്യുള്ളൂ, ന്യൂണുള്ള ആൾക്കാർ ന്യൂണേ ചെയ്യുള്ളൂ. അത് എണ്ണ തീരാത്ത അത്രയും മാർക്കറ്റ് പ്ലേസുകളോടെ ഉണ്ട്. ഇപ്പം ഇതിലിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ക്ലിക്കായി ബ്രാൻഡായി, അത് ആമസോണ് വെണ്ടർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും, കിട്ടും, പെർമിഷൻ കിട്ടും. പിന്നെ ഈ പറഞ്ഞ കണ്ടെയ്നർ മില്യൻസിന്റെ സെയിലേക്കാണ് പിന്നെ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ ഒരേ പ്രൊഡക്ട്സ് ഇപ്പൊ ആമസോൺ മെയിൻ പോകുന്നുണ്ട്, അല്ലാണ്ട് ആമസോൺ ലിസ്റ്റ് ചെയ്യാത്ത കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ചോയ്സ്, ആമസോൺ ചോയ്സ് പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. കിട്ടല് പെട്ടെന്ന് കിട്ടൂല. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതായിട്ട് നമുക്ക് ചെയ്യാം, ആമസോൺ ചെയ്യാം. മറ്റുള്ളവര് ലിസ്റ്റ് ചെയ്യാത്ത കുറെ പ്രോഡക്ട്സ് ഉണ്ട്, മെയിൻ ആയിട്ട് ചെയ്യാത്ത. മീൻസ് വെണ്ടർ അക്കൗണ്ട് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര വിഷയം വരിക, അവര് നല്ല പ്രൈസിലാണ് കൊടുക്കുക. അല്ലാതെ ഷോപ്പുകാരൊക്കെ ചെയ്യും, ഷോപ്പുകാരൊക്കെ ഒരുപോലെ ലിസ്റ്റ് ചെയ്യും. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്ത ഒരുപാട് ഇന്റേണൽ ഗെയിം ഒരുപാടുണ്ട് ഇതിനകത്ത്. സാധാരണക്കാർ ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഓർഡർ വരാത്ത, എന്താ ഓർഡർ വരാത്ത എന്നുള്ള ഒരുപാട് ഇതിനകത്തുണ്ട്. അത് നമ്മൾ റെഡി ആകുമ്പോ തന്നെ കിട്ടുള്ളൂ, അത് നമ്മൾ ഷെയർ ചെയ്യൂല. അതൊക്കെ ഓരോ ആൾക്കാർക്കും ഓരോതായ സീക്രട്ടുകൾ ഉണ്ടാകും. ഓക്കെ, സപ്പോർട്ടിംഗ് ആമസോണിന്റെ അക്കൗണ്ട് മാനേജർ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു മീൻസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് സെയിൽ വരും എന്നല്ല, എല്ലാവരും 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് ബ്രാൻഡാണെങ്കിലും. പക്ഷെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നല്ല ക്ഷമ വേണ്ടി വരും, സ്വാഭാവികമായിട്ട് അതിനുള്ള ഒരു എന്താ പറയാ കാത്തിരിപ്പ് വേണം. അതിനുള്ളൊരു ഫൈനാൻഷ്യൽ, ഇപ്പൊ ഇന്ന് രാവിലത്തെ മീറ്റിംഗ് പറഞ്ഞത് 60-20-20 റൂളാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും പറയുന്നു. അതായത് ഇപ്പൊ നമ്മളൊരു 10,000 ദിറംസിനാണ് നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഉള്ളത്. ആമസോണില് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ 10,000 ദിറംസിനും നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യല്ല. ഓക്കെ, എന്നിട്ട് അതെങ്ങനെ റോട്ടേറ്റ് ചെയ്യുക, പിന്നെ കൂട്ടി വരിക. ഇതൊരു 60-20-20 റൂൾ എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇതിൽ നമ്മൾ ചെയ്യുക, ബേസ് നോക്കി ലിസ്റ്റിംഗ് പതുക്കെ വളരെ ക്ലാരിറ്റിയോട് കൂടി കോമ്പറ്റീവ് അനലൈസിങ്ങും ആ പറഞ്ഞ കീബോർഡ്സും ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഓരോ ലിസ്റ്റിങ്ങും ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ്.